താൻ ഇവിടെ വന്ന് നിൽക്കുക, അവരിറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്കുക. എന്താ അത് കൊച്ചു കുട്ടികളെ പോലെ? എന്നെ പിരിഞ്ഞു നിന്നിട്ടില്ലേ അവള് കടൽ കടന്ന് പോകുന്നില്ലല്ലോ. ഏറിയ ഒരു 3 മണിക്കൂറിന് ദൂരം അത്രല്ലേ ഉള്ളൂ. വരിക, അവര് യാത്ര അയക്കുക. വരിക. എനിക്ക് പേടിയാ വല്യമ്മ. എന്താ കുട്ടി ഇത്? എന്തിനാ പേടിക്കണത്? എന്നെ പറഞ്ഞേക്കാണെന്നെന്താ? പോകാതെ പറ്റില്ലല്ലോ മോളെ. ഇനി നിന്റെ വീടതല്ലേ. അവിടെ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ ആളുണ്ടായെന്ന് വരില്ല. കുട്ടികളൊക്കെ നിർത്തണം. വേണുവിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കാൻ. എന്നോട് വഴക്കുണ്ടല്ലോ, അവനോട് വഴക്കൂടരുത്. എന്നെ നന്ദാന്ന് വിളിക്കുന്ന പോലെ അവനെ പേര് വിളിക്കരുത്. പറയുന്നൊക്കെ മനസ്സിലാവുണ്ടോ? ഇനി സ്വസ്ഥായി. 2 കുട്ടികളും ഓരോ സ്ഥിതിയിലായില്ലോ. ഒക്കെ ഈശ്വരാധീനം. എല്ലാം അവിടെ പറയാന്നല്ലാണ്ട് എന്താ? അതെ, അറിഞ്ഞില്ല കേട്ടോ. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയാക്കി നടത്തും. 2 കല്യാണങ്ങളും ഒന്നിച്ച് നടത്തിയാ മതി എന്ന് പറഞ്ഞു നന്ദഗോപാലൻ. അപ്പോഴല്ലേ ജാതകത്തിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വന്നത്. ഒക്കെ പറഞ്ഞ് ശരിയാക്കിയില്ലേ ഞാൻ? ഇപ്പൊ കാര്യങ്ങളൊക്കെ ശുഭായില്ലേ? എന്താ ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിലൊരു ഭാഗ്യം തന്നെയാ. അത് ശരിയാവാണ്ട് അറിയിക്കണവരെത്രയാ? പറയണില് തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല. എല്ലാം തുറന്നു പറയണ പ്രകൃതമാണല്ലോ എനിക്കുള്ളത്. വേണുവിന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോന്ന് എനിക്ക് സംശയം. ഒന്നും മിണ്ടാണ്ടിരിക്കേ. എല്ലാം തുറന്നു പറയാന്നല്ല നിങ്ങളുടെ സ്വഭാവം, എല്ലാം കൊനിഷ്ടാക്കി പറയാന്ന. അയ്യോ, വെറുതെ തോന്നുകയാ ഗോമതിയമ്മേ. അമ്മ ശുദ്ധഭാവാ. അത് ആദ്യമായി നന്ദഗോപാലിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി. ഇത്തിരി കുസൃതി ഉണ്ടെന്ന് മാത്രം. ചെറിയ കുട്ടിയല്ലേ അവളെ. എന്നാ ഞങ്ങൾ ഇറങ്ങാ. വേണു, അമ്മു, ഇവരിറങ്ങാന്ന്. വേണോട്ട് വേണേ പൊയ്ക്കോളൂ, ഞാനില്ല. നിന്നെ കാണാനും കൂടി അവരിവിടെ വന്നിരിക്കുന്നേ. അവിടെ ഒരു തടിച്ചുണ്ട്, ഒരു ഇടുമ്പി. ഈ മാല എത്ര പോനാ? ആ ചെയിൻ എവിടുന്ന് വാങ്ങിയതാ? കമ്മലിന്റെ ഡിസൈൻ ആര് തെരഞ്ഞെടുത്താ? കണ്ടോടെ എനിക്കതിനെ. അമ്മു, ഞാൻ നിങ്ങളെന്താ വരാത്തെ? അവര് പോകാൻ നിൽക്കുന്നു. അവള് വരണില്ലെന്ന്. അവര് പൊയ്ക്കോട്ടെ അച്ഛാ. ഒന്നങ്ങട് വരുന്നേ. ഞാനില്ല, ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മുന് തലവേദനയാ, കിടക്കയാ, ക്ഷീണം ഉണ്ടാവും. അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനിയും കാണാം. എന്നാ ഇറങ്ങല്ലേ? ഇറങ്ങ. മോശമായി പോയി നീ ഉമ്മറത്തേക്ക് ചെല്ലാഞ്ഞത്. എന്ത് മോശം? ആ ഇടുമ്പി എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? അച്ഛന് വല്ലാത്ത വിഷമായി. എന്തിന്? അച്ഛൻ വന്ന് വിളിച്ചിട്ട് നീ ചെല്ലാഞ്ഞതിന്. അനുസരണക്കേട് അച്ഛന് ഇഷ്ടമല്ല. അച്ഛനൊരു മാഷാണേ. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല. ഞാനും ഒരു മാഷാണ്. സോറി, അച്ഛനോടുള്ള അനുസരണക്കേട് കൊണ്ടൊന്നുമല്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി മാപ്പ് പറയാം. അച്ഛാ, ഞാൻ ഉമ്മറത്തേക്ക് വരാത്തതിന് അച്ഛന് വിഷമായോ? ഓ, സാരമില്ല. അച്ഛനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ആ അമ്മ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? ഇനി അങ്ങനെ ഉണ്ടാവില്ല. സാരമില്ലോളെ, അച്ഛനത് എപ്പോഴേ മറന്നു. അമ്മോ, എന്താ? എന്ത് പറ്റി നന്ദേട്ടാ? ഒന്നുമില്ല, ഒരു ചീത്ത സ്വപ്നം കണ്ടു. അതെ, സന്ധ്യക്ക് കിടന്നിങ്ങനെ ഉറങ്ങിയിട്ടല്ലേ? വരൂ, താഴേക്ക് പോം. ഈ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ലേ അവള്? അവിടെ എങ്ങനെ ഉണ്ടാവോ? നന്ദേട്ടൻ ഇങ്ങനെ പരിഭ്രമിച്ചാലോ? ഒന്നിനെ കോണം പോകുന്ന കുട്ടിയല്ലേ അവള്? ഇപ്പോഴും കൊച്ചുകുട്ടിയെന്ന വിചാരം. ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെ അവള്. ഇതുവരെ തലയിലും താഴത്തും വെക്കാതെ നോക്കാൻ ഞാനുണ്ടായിരുന്നു. എന്താ നന്ദേട്ടാ ഇത്? അവിടെ അവളെ നോക്കാൻ വേണുല്ലേ? അച്ഛനില്ലേ? ആ, എല്ലാരും ഉണ്ട്. ഗൗരിയുടെയും വേണുവിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴും ഇതെന്നായിരുന്നു സ്ഥിതി. പെണ്ണുങ്ങൾ ആരും ഇല്ല വീട്ടിലെ. അച്ഛനും അച്ഛന്റെ ഏട്ടനും മാത്രം. അവിടെ നേരെ മറിച്ചാ. എല്ലാരും പെണ്ണുങ്ങളാ, നന്ദ മാത്രമേ ആണായിട്ടുള്ളൂ. അതെന്താ? കുട്ടിയമ്മയുടെയും പരമന്റെയും കാര്യ ഞാൻ പറയണേ. കുട്ടിയമ്മ കഥകളിയില് പെൺവേഷം കെട്ടിയിരുന്ന ആളാ. പരമനില്ലേ, വെള്ളച്ചിന്റെ ഭർത്താവ്, അയാൾക്ക് ഭഗവതിന്റെ വേഷം കെട്ടില്ല പണി. അങ്ങനെ 2 പേരും പെണ്ണുങ്ങളാ. ഇതേ കൊണ്ട് മുകളിലോട്ടിയല്ലേ. പുതുമണവാട്ടിയെ അറയിലാക്കാൻ ഇവിടെ അമ്മായിയോ ചെറിയമ്മയോ ആരും ഇല്ല. ഇനി
ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത്. ഗൃഹലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ? അതൊരു മാസികയുടെ പേരില്ലേച്ചാ? എന്നെ കൊണ്ട് ആവും പോലെയൊക്കെ മണിയറ അലങ്കരിച്ചിട്ടുണ്ട് ട്ടാ. ഇനി ഈ കണ്ടഭാരങ്ങളും കർണഭാരങ്ങളൊക്കെ അയച്ചേക്കണം. പിന്നെ ഒരു സിമ്പിൾ ചെയിൻ, കാതിലൊരു ചെറിയ കമ്മല്. ഒറ്റ കാതിലോ? ഈ ടിവിയിൽ കാണുന്ന പാട്ടുകാരെ പോലെ? അതല്ല, 2 കാതിലും ഓരോ ചെറിയ കമ്മല്, 2 വള, അത്ര മതി. ഈ ഭാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്റെ അമ്മ വളരെ സുന്ദരിയാ. അതൊക്കെ പോട്ടെ, വീടൊക്കെ കണ്ടോ? വീടൊക്കെ ഞാൻ കണ്ടു. ചെറിയ വീടാ. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബമെന്നാ. അത് രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യെന്നാ വെള്ളച്ചി പറയണേ. രാഷ്ട്രീയക്കാരുടെ അല്ല, കുടുംബാസൂത്രണക്കാരുടെ. അതിന് നമുക്ക് 7 കുട്ടികളുണ്ടാവുന്നാണല്ലോ കൈനോട്ടക്കാരി പറഞ്ഞത്. അയ്യോ, ഇതിനൊക്കെ ആര് പോറ്റും? ഞാൻ. എനിക്ക് പിന്നെ വേറെന്താ പണി? വേണുട്ടിനെ കുട്ടികളെ നോക്കാന്നല്ലാതെ. പിന്നെ ഇതിനൊക്കെ പൈസ വേണ്ടേ? പൈസ ഇഷ്ടംപോലെ നന്ദന്റെ കയ്യിലുണ്ട്. ഉം. ആരാ അതിന്റെ മുകളിൽ മുല്ലപ്പൂട്ടിരിക്കണേ? അത് മണിയാറ ഒരുക്കി വെച്ചിരിക്കുന്നല്ലേ? എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? കല്യാണം നേരത്തെ ഒരു ഇത്തിരി സമയത്തേക്ക് ഞാൻ എങ്ങനെ ഈ മുല്ലപ്പൂന്റെ നാറ്റ് സഹിച്ചെന്ന് എനിക്കേ അറിയൂ. ഞാനിത് ആദ്യമായിട്ട് കേൾക്ക. മുല്ലപ്പൂര് നാറ്റോ? അതെ, നാറ്റം തന്നെ. എനിക്ക് തലവേദന എടുക്കും. ഒന്ന് പതുക്കെ പറയും. അച്ഛൻ മെനക്കെട്ട് അലങ്കരിച്ച. മെനക്കെട്ട് അലങ്കരിച്ചിരിക്കണു. നിങ്ങളുടെ അച്ഛന് വേറെ ജോലിയൊന്നുമില്ലേ? അയ്യോ, വലിയൊരു പാമ്പ്. മൂർഖനാ, പേടിച്ചു പോയി. നന്ദനും ഗൗരിയച്ഛനും വരണ വഴിയാ. എവിടെ പാമ്പ്? തൊടിയില്. ഞാൻ പറഞ്ഞിട്ടില്ലേ തൊടിയിലൊന്നും ഇറങ്ങി നടക്കണ്ടെന്ന്. മത്തൻവള്ളിയില്ലേ മത്തൻ, എത്ര വലുതായി നോക്കാൻ പോയതാ ഞാൻ. അച്ഛനും വേണു ഇവിടെ? വേണുട്ടൻ കോളേജിൽ വന്നിട്ടില്ല. അച്ഛൻ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാ. വീട്ടിനകത്തും പേടിപ്പിക്കുന്ന ജീവികളെന്നെന്താ? പൂച്ച, എട്ടുകാലി. ഇന്നാളുണ്ട് അടുക്കളയിൽ ഒരു പോക്കാച്ചി തവള. ദാ ഇത്രയുണ്ട്. അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. അമ്മ വലിയ വീട്ടിൽ വളർന്നോണ്ട് തോന്നതാ. കുറച്ചു കഴിഞ്ഞ എല്ലാം ശരിയാവും. എവിടെ ശരിയാവാനാ? ഓരോ ദിവസം പുതിയ പുതിയ പേടികളാ. മനസ്സ് പേടിക്കുക രാവിലെ എണീക്കുമ്പോ മുതല്. നന്ദാ, ഞാൻ നമ്മുടെ അവിടേക്ക് വന്നോട്ടെ? നിനക്ക് എപ്പോ വേണേലും അങ്ങോട്ട് വരാലോ. പക്ഷേ നീ ഇവിടെ അല്ലേ മോളെ നിൽക്കേണ്ടത്. എന്നാലും ഈ ഡേഞ്ചറസ് സർക്കംസ്റ്റൻസസിൽ എങ്ങനെയാ കഴിഞ്ഞുകൂടുക? നീ വേണോനോട് പറയും കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ. അല്ലെങ്കിൽ കുറച്ചു ദിവസം ആക്കണേ, അവിടെ ധാരാളം സ്ഥലം ഉണ്ടല്ലോ. നന്ദേട്ടൻ തന്നെ വേണുനോട് ചോദിച്ചോളൂ. ഇതാ വരുന്നുണ്ട്. വാ അമ്മ. നിങ്ങൾ എപ്പോ വന്നു? വന്നോളൂ. ഞങ്ങള് 3-4 ദിവസമായിട്ട് പുറപ്പെടാൻ തുടങ്ങിയിട്ട്. ഇന്ന് നാളെന്ന് പറഞ്ഞാൽ നീണ്ടു. വാ. അങ്ങോട്ട് കാണാത്തോണ്ട് ഇങ്ങോട്ട് അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങൾക്ക് കുറച്ച് ദിവസം അവിടെ ഒന്ന് താമസിച്ചൂടെ? കോളേജിൽ പോകാനും അവിടെ നല്ല അടുത്ത്. അപ്പൊ ഇവിടെയൊക്കെ ആര് നോക്കും? അമ്മൂന് ഇവിടെ പിടിക്കണ്ടാവില്ല. ഓരോ ദിവസം ഓരോ പേടികളാ. ആദ്യം കുറച്ചു ദിവസത്തിന് പ്രയാസം ഉണ്ടായിരുന്നു. അത് ആർക്കായാലും ഉണ്ടാവില്ലേ? ഇപ്പൊക്കെ ശരിയായി. ഇവിടുത്തെ പോലെ അവിടെയും കരുതാം. അമ്മൂന്റെ ഒരു സേഫ്റ്റിയോട് ആലോചിക്കുമ്പോ ഇവിടെയും ഷീസ് ക്വൈറ്റ് സേഫ്. ഒന്നുകൂടെ ആലോചിക്കും. നിങ്ങൾ രണ്ടാളും അവിടെ ഒന്ന് താമസിക്കുന്ന എന്റെ അഭിപ്രായം. നന്ദേട്ടന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ.